ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ നടപടികൾ ആരംഭിച്ച പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനാണ് നീക്കം. 2019 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കും. ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നത്. സ്വർണം പൂശിയ ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഉൾപ്പെടെ എല്ലാവരെയും പ്രതിപ്പട്ടികയിൽ ചേർക്കും. സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം പൂശലിന് ശേഷം തിരികെ നൽകിയ സ്വർണം കാണാതായെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 2019 സ്വർണ്ണപ്പാളികൾ നവീകരണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചപ്പോൾ തയ്യാറാക്കിയ മഹ്സറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. ഗൂഢാലോചന, മോഷണം, വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തി മുന്നോട്ടു പോകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പത്തനംതിട്ട ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കേസുമായി ബന്ധമില്ലാത്ത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴികളും ശേഖരിക്കും. 6 ആഴ്ചത്തെ കാലാവധിയാണ് അന്വേഷണ സംഘത്തിന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉദ്യോഗസ്ഥരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. അവരുടെ CEO നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സ്വർണം പൊതിഞ്ഞതും പൂശിയതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.